എന്താണ് ഓർഗാനിക് എന്ന് ഉദ്ദേശിക്കുന്നത്? താങ്കളെന്താ ഉദ്ദേശിച്ചത്? അതിന്റെ കെമിക്കൽ പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാത്തതാണ് ഓർഗാനിക്. അങ്ങനെ എന്താണ് ഓർഗാനിക്? കാർബൺ സംയുക്തങ്ങളെയാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. കാർബൺ സംയുക്തങ്ങളെ, കാർബൺ സംയുക്തം, അതായത് ജൈവ കാർബൺ. സാധാരണക്കാര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഡിഷ് എടുത്ത് നോക്കേണ്ടി വരുന്നത് അല്ലാതെ. അതായത് നിങ്ങളുടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ താങ്കളുടെ മാലിന്യം, താങ്കളുടെ ഇടപെടൽ, താങ്കളുടെ മണ്ണിൽ വെച്ച് അത് ബയോമാസ്, അതായത് ജൈവാംശം, ബയോമാസ് ഓരോ ദിവസം ഓർഗാനിക് കാർബണായിട്ട് മാറുന്നു. അതായത് ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ രാജ്യത്തെ തന്നെ പിന്നോട്ട്. കാരണം ദേവസാറോട് ബയോടെക് ഹൈഡ്രോ കാർബണാണ് ഇവർ പറയുന്നത്. ഹൈബ്രിഡ് വിത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രിസിഷൻ ഫാമിംഗിന്റെ സാധ്യത എന്താണ്? കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും മാസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കൃഷി. എന്ന് വെച്ചാൽ അതൊന്നും പെസ്റ്റിസൈഡ്സിൽ മുക്കി കൺസ്യൂമേഴ്സിന് കൊടുക്കുക എന്നല്ല അർത്ഥം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഓർഗാനിക് ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കെമിക്കൽ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ ഇല്ലാത്തൊരു കൃഷിയാണോ? അങ്ങനെയാണ് കേരളത്തിൽ എവിടെയാണോ നടത്തുന്നതെന്ന് പറഞ്ഞുതരാം. എന്റെ വീട് ഞാൻ പറഞ്ഞല്ലോ 12,000 വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. 12,000 വർഷങ്ങളായിട്ട് അദ്ദേഹം നിങ്ങളുടെ വീട് പറയുന്നത് മണ്ണിന്റെ ആരോഗ്യം, സോയിൽ ഹെൽത്ത്. ആ സോയിൽ ഹെൽത്ത് ആണ് 12,000 വർഷം മുമ്പുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മനുഷ്യർ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ ഉപേക്ഷിച്ച് നടക്കാനും, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇപ്പൊ മിക്സിയും വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഒക്കെ ഉപയോഗിച്ച് കൈ കൊണ്ട് അലക്കാനും അങ്ങനെ കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ എന്തുകൊണ്ട് കൃഷി മാത്രം പുറകോട്ട് പോകണം? യുഗത്തിലേക്ക് പോകണമെന്നാ പറഞ്ഞു വരുന്നത്. അതേ ഉദ്ദേശിച്ചതുള്ളൂ. 12,000 കൊല്ലത്തെ പാരമ്പര്യം കൃഷിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, കാലം പുരോഗമിക്കും. പൊല്യൂഷൻ ഇതിലെ മാത്രം ഉണ്ടാകുന്നത്. ശരിക്കും വായു മലിനീകരണയില്ലേ, സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നില്ലേ? ഇതെല്ലാം ശരിക്കും ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സോ മാത്രം ഉണ്ടാകുന്നതാണോ? ഒരിക്കലും അല്ല. ഒരിക്കലും. ഓക്കെ ഡോക്ടറെ, ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള കീടനാശിനികൾ തളിക്കാതെ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റത്തില്ലെന്ന് അർത്ഥം വരുന്നില്ലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞു. പക്ഷെ പറഞ്ഞത് എന്നാരോ, ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഗ്രീൻ കാറ്റഗറിയിൽ വരുന്ന പെസ്റ്റിസൈഡ്സ് ആണ് ഇന്ന് കേരളത്തിൽ ഏറെ പങ്ക് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കേരളം ഒരുപാട് അത് ഫോളോ ചെയ്യുന്നു. തമിഴ്നാട് റെഡ് ആണ്. തമിഴ്നാട്ടിൽ ഞാൻ പറയാം, തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഒരു കാലഘട്ടത്തിൽ പാവൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ലാനേറ്റ് എന്ന് പറഞ്ഞ മിത്തോമിൽ എന്ന് പറഞ്ഞ കണ്ടനാണ്. ഇവിടെ കാർഷിക ഗവേഷണ സാറോട് ചോദിച്ചാൽ അറിയാം. മിത്തോമിൽ എന്ന് പറയുന്ന കെമിക്കൽ ഏറ്റവും മാരകമായ വിഷം ഉപയോഗിച്ചാണ്. പക്ഷെ അത് നിരോധിച്ചു. ഓൾ ഇന്ത്യ നിരോധിച്ചപ്പോൾ പാവൽ കൃഷി ശരിക്കും പറഞ്ഞാൽ ഗണ്യമായി കൃഷി തന്നെ കുറഞ്ഞു പോയി. 2011 ഏകദേശം 14ഓളം പെസ്റ്റിസൈഡ്സ് ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില്. അതുപോലെ തന്നെ 2015 ഏകദേശം 2 എണ്ണം നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് സാറ് പറയുന്നത് എനിക്ക് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.